അപ്രതീക്ഷിതമായി തന്റെ ഭർത്താവ് നവാസിന്റെ വിയോഗത്തിൽ നിന്നും ഇന്നും കരകയറാൻ കലാഭവൻ നവാസിന്റെ ഭാര്യയായ രഹ്നയ്ക്ക് സാധിച്ചിട്ടില്ല. തങ്ങളുടെ ഉപ്പയെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്നും മുക്തരാകാൻ മക്കൾക്കും സാധിച്ചിട്ടില്ല. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമായിരുന്നു കലാഭവൻ നവാസിന്റേത്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചാണ് രഹ്നയും ഭർത്താവും കണ്ടുമുട്ടിയത്. പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു. 3 മക്കളുടെ മാതാപിതാക്കൾ കൂടിയായിരുന്നു രഹ്നയും ഭർത്താവും. ആകർഷണീയമായ കുടുംബജീവിതം നയിച്ചു വരവെയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇദ്ദേഹത്തെ തേടി മരണമെത്തിയത്. രഹ്നയും ഭർത്താവായ നവാസും അവസാനമായി ഒന്നിച്ചഭിനയിച്ച സിനിമയായിരുന്നു ഇഴ. ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു താരദമ്പതികളും. എന്നാൽ ഇതിനെയൊക്കെ തന്നെയും മുൻപ് തന്നെ നവാസിന് വിട വാങ്ങേണ്ടി വന്നു. ഇന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മനംനൊന്തിരിക്കുന്ന രഹ്നയ്ക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല. തന്റെ ഭർത്താവില്ലാത്ത ലോകം തനിക്ക് ശൂന്യമാണെന്ന് പല ഇന്റർവ്യൂകൾ വെച്ചിട്ടും നമ്മുടെ നവാസിന്റെ ഭാര്യയായ രഹ്ന തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ വെച്ച് നമ്മുടെ രഹ്ന പറഞ്ഞിരുന്നു, നവാസിക്ക് എന്റെ ജീവനാണ്. അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശ്വാസമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുപോലെയാണ് എന്റെ കാര്യം എന്നായിരുന്നു അന്ന് പറഞ്ഞത്. നവാസിക്ക ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനേ സാധിക്കില്ല. അദ്ദേഹം ഉറങ്ങുമ്പോൾ പോലും അധികം നേരം കിടന്നുറങ്ങിയാൽ എനിക്കത് സഹിക്കാവുന്നതിലുമേറെയാണ്. ഞാൻ അങ്ങ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് കണ്ണ് മെല്ലെ തുറക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. പണ്ട് മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ്. തന്റെ ഭർത്താവിന്റെ മരണത്തിൽ മനംനൊന്തിരിക്കുന്ന രഹ്നയെ തേടി വീണ്ടും ഒരു ദുഃഖവാർത്ത എത്തുകയായിരുന്നു. തന്റെ ഭർത്താവായ നവാസിന്റെ കാറ് അധികം ആരും ഓടിക്കാറേയില്ല. അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ആ കാറ് നൽകാറുള്ളത്. രഹ്ന മാത്രമായിരുന്നു ആ കാറ് അധികവും ഓടിച്ചിട്ടുള്ളത്. എന്നാൽ ആ കാറിന്റെ സ്ഥാനത്ത് പെട്ടെന്ന് ഒരു ഡ്രൈവറെ കണ്ടപ്പോൾ രഹ്നയ്ക്ക് സഹിക്കാവുന്നതിലുമേറെയായിരുന്നു. നവാസിന്റെ മരണത്തിന് ശേഷം ആ കാറ് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയായിരുന്നു ആ കാർ ഓടിച്ചത്. അത് കണ്ടപ്പോൾ രഹ്നയ്ക്ക് വല്ലാതെ മനം നൊന്തുപോയി. എന്നാൽ ഇന്ന് മക്കൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രഹ്ന. ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് രഹ്ന പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ പോലും 3 മക്കൾക്ക് വേണ്ടി മുന്നോട്ട് ജീവിച്ചേ മതിയാകൂ രഹ്നയ്ക്ക്. തന്റെ ഭർത്താവിന്റെ കാറിൽ ആ കാർ സീറ്റിൽ മറ്റൊരു വ്യക്തിയെ കണ്ടപ്പോൾ രഹ്നയ്ക്ക് സഹിക്കാനേ കഴിഞ്ഞില്ല. അതിൽ നിന്നും ഇന്നും കരകയറിയിട്ടില്ല നമ്മുടെ രഹ്ന. എന്തായാലും ഭർത്താവിന്റെ വിയോഗത്തിൽ നിന്നും ആ മക്കൾക്ക് ഉപ്പയെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ കരകയറാൻ ആ കുടുംബത്തിന് സാധിക്കട്ടെ.